ഹലോ നമസ്കാരം. എനിക്ക് കൊഞ്ചം കൊഞ്ചം തമിഴ് தெரியும், അതുകൊണ്ട് എല്ലാവരും മன்னிച്ചിടുക. ഞാൻ ഇപ്പോൾ മലയാളത്തിൽ സെല്ലാം. ഇത് എന്നോട് ഫസ്റ്റ് മൂവി. ഇത് ആദ്യമായിട്ട് റിലീസ് ആവുന്നതിൻ്റെ ആദ്യത്തെ മൂവിയാണ്. ഇതിന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഈ ഒരു അവസരം തന്ന ഡയറക്ടർ സന്തോഷ് സാർ, എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. സാറിന്റെ ഹെൽപ്പാണ്, സാറിന്റെ സപ്പോർട്ടാണ് ഇപ്പോൾ ഞാൻ ഇങ്ങനെ നിൽക്കാൻ കാരണം. കാരണം അന്ന് നമ്മുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ വെച്ച് സാർ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാറിന് എനിക്ക് തീരാത്ത എത്ര സപ്പോർട്ട് തന്നതുകൊണ്ട് ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ അതുപോലെ പ്രജിൻ ചേട്ടൻ, ഞാൻ ഒരുപാട് ടേക്കിൽ പോയ ഇതിലൊക്കെ നല്ല ക്ഷമയോടെ നിന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് താങ്ക്സ് ഉണ്ട് രണ്ടുപേർക്കും. പിന്നെ എല്ലാവർക്കും, ഈ ഇരിക്കുന്ന എല്ലാവർക്കും എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. കാരണം ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ ഒരിക്കലും വരുമെന്ന് വിചാരിച്ചല്ല. ഒരു നായികയായിട്ട് എന്നെ സെലക്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. പിന്നെ എല്ലാവരും സിനിമ കാണണം, സപ്പോർട്ട് ചെയ്യണം. ഇനിയും ഇതുപോലെ നല്ല നല്ല സിനിമകൾ കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച്. நம்மளும் ஷானாவுக்கு ஒருபாடு தேங்க்ஸ் சொல்லிடலாம். தேங்க்யூ. அடுத்ததாக நாம் பேச அழைக்கிறோம். மலையாள சின்னத்திரை சீரியல்களிலெல்லாம் இவர் அறிந்த முகம். தமிழுக்கு வில்லனாக அறிமுகமாகும் சேவகர் படம் சுனில் ஆரக்கல் அவர்களை சில வார்த்தைகள் பேச அழைக்கிறோம். ப்ளீஸ் கம். എല്ലാവർക്കും വണക്കം. അത് ഷാന പറഞ്ഞ പോലെ ഞാനും മലയാളത്തിൽ തന്നെ പറയും. കൊഞ്ചം കൊഞ്ചം തമിഴ് തെരിയും, അത് പോതും എനിക്ക്. അതുകൊണ്ട് മലയാളത്തില് പറയുന്നത് എല്ലാവരും മന്നിച്ചിടുക. ഇവിടെ തമിഴ്നാട്ടിൽ വന്നപ്പോ നമ്മൾക്ക് പ്രമുഖരായിട്ടുള്ള വളരെയധികം സിനിമയെ നമ്മുടെ ചെറുപ്പകാലം തൊട്ട് കാണുന്ന ഭാഗ്യരാജ് സാർ തുടങ്ങി മോഹൻ സാറ്, അതുപോലെ നമ്മുടെ മലയാള സിനിമയിൽ നിന്നും വന്ന എസ് എൻ സ്വാമി സാറ്, നമുക്ക് എല്ലാവരെയും അറിയത്തില്ല എങ്കിലും നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്തായിട്ടുള്ള നമ്മുടെ ജിനീഷ്, അതുപോലെ മോഹൻ സാറ്, എല്ലാവരുടെയും കൂടെ ഒരു തമിഴ് പടത്തില്, ഈ പടത്തില് അഭിനയിച്ചു തുടങ്ങുമ്പം ഇതിലെ വില്ലനാണെന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. എനിക്ക് ഡയറക്ടർ ഒരു ചെറിയ വേഷം എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചതാണ്. ചെയ്തു വന്ന് ലാസ്റ്റ് കഴിയുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഈ പടത്തിലെ വില്ലൻ ഞാനാണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അതുകൊണ്ട് ഈ തമിഴ്നാട്ടിൽ വന്ന് നിങ്ങളുടെയൊക്കെ മുന്നിൽ വന്ന് നിന്ന് രണ്ട് വാക്ക് സംസാരിക്കാൻ അവസരം തന്ന ഈ പടത്തിന്റെ ഡയറക്ടർ, എന്റെ പ്രൊഡ്യൂസർ രാജൻ സാറ്, എല്ലാവരോടും എനിക്ക് നന്ദി പറഞ്ഞ് എനിക്ക് വളരെ, എന്റെ വാക്കുകൾ എനിക്ക് വളരെ ബുദ്ധിമുട്ടായി തോന്നുകയാണ്. കാരണം മലയാളത്തിൽ നിന്ന് തമിഴിലേക്ക് വരുമ്പോൾ നിങ്ങളൊക്കെ നമ്മളെ എങ്ങനെ സ്വീകരിക്കുമെന്ന് നമുക്കറിയത്തില്ല. ദയവേത് നമ്മുടെ പടമൊക്കെ കാണുക, നമുക്ക് സപ്പോർട്ട് കിട്ടും. അതുപോലെ നമ്മുടെ ഇതിലെ നായകനായിട്ടുള്ള പ്രജിൻ, അതുപോലെ ബോസ് വെങ്കിട്ട് സാർ, എല്ലാവരുടെയും കൂടെ ഇങ്ങനെ അഭിനയിക്കാൻ കിട്ടിയ ഒരു അവസരം എനിക്ക് വളരെയധികം തമിഴ്നാടിനോടുള്ള എൻ്റെ നന്ദി, വണക്കം. நன்றி சார். அடுத்ததாக நாம் பேச அழைக்கிறோம். வீரம் என்பது வரலாற்றை படைக்கும் சக்தி. அநியாயங்களை தட்டி கேட்கும் ஒரு மக்கள் சேவகனாக, தீய சக்திகளை அளிக்கும் தைரியசாலியாக, வலிமை மிக்க கதையின் நாயகனாக சேவகர் படத்தில் மன உணர்விலிருந்து நடித்து கொடுத்த கதையின் நாயகன் பிரஜன் அவர்களை பேச அழைக்கிறோம்.